ജനങ്ങൾക്കൊപ്പം. വിവിധ സർക്കാർ വകുപ്പുകളെയും പദ്ധതികളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി. നിർവഹണം ജോബിഷ് ജോസ്. ആയിരത്തി 1958 പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സ് ആക്ട് പ്രകാരം നല്ല നടപ്പ് നിയമം നടപ്പിലാക്കുന്ന ഓഫീസാണ് പ്രൊബേഷൻ ഓഫീസ്. ഇന്നീ പരിപാടിയിൽ പ്രൊബേഷൻ ഓഫീസിന്റെ വിവിധ സേവനങ്ങളെക്കുറിച്ച് തുടർന്ന് കേൾക്കാം. സംസാരിക്കുന്നു ജില്ലാ പ്രൊബേഷൻ ഓഫീസർ സന്തോഷ് ജി. എല്ലാ ശ്രോതാക്കൾക്കും ഈ പരിപാടിയുടെ അവസാന അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മുടെ പ്രൊബേഷൻ നിയമങ്ങളെക്കുറിച്ചും അതുപോലെ പദ്ധതികളെക്കുറിച്ചും പറയാം. പ്രധാനമായും നമ്മൾ നടപ്പിലാക്കുന്ന പദ്ധതികൾ, ഒരാളെ ശിക്ഷിച്ച് ജയിലിലേക്ക് വിട്ടുകഴിഞ്ഞാൽ തടവുകാരുടെ ആശ്രിതർക്കുള്ള സഹായ പദ്ധതിയാണ്. സ്വയം തൊഴിൽ ധനസഹായ പദ്ധതിയാണ്. 5 വർഷമോ അതിൽ കൂടുതൽ ശിക്ഷയോ ലഭിക്കുന്നവരാണെങ്കിൽ അവരുടെ ആശ്രിതർ എന്ന് വെച്ചാൽ ഭാര്യ, മക്കൾ, 55 വയസ്സ് വരെ പ്രായമുള്ള അച്ഛൻ, അമ്മ, ഇവർക്ക് സ്വയം തൊഴിൽ തുടങ്ങുന്നതിന് 30,000 രൂപ വരെ ധനസഹായം നൽകും. തടവുകാരുടെ മക്കൾക്കുള്ള വിദ്യാഭ്യാസ ധനസഹായം, ഏത് കോഴ്സ് എവിടം വരെ പഠിക്കണമെങ്കിലും അവർക്ക് ആവശ്യമായ എല്ലാ ധനസഹായം നൽകും. 5ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു വർഷം 3,000 രൂപയും 10ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു വർഷം 5,000 രൂപയും, +2 തലമാണെങ്കിൽ 7,500 രൂപയും, ഡിഗ്രി തലമാണെങ്കിൽ 10,000 രൂപയും വാർഷികമായിട്ട്. അതുകൂടാതെ തടവുകാരുടെ മക്കൾ പ്രൊഫഷണൽ വിദ്യാഭ്യാസമാണെങ്കിൽ 1,00,000 രൂപ വരെ ധനസഹായം ലഭിക്കും. ഇതുകൂടാതെ തടവുകാർ ജയിൽ ശിക്ഷ കഴിഞ്ഞ് ജയിൽ മോചിതനാവുകയാണെങ്കിൽ അയാൾക്ക് സ്വയം തൊഴിൽ തുടങ്ങുന്നതിന് നിലവിൽ 15,000 രൂപ ധനസഹായം കൊടുക്കും. ഇതെല്ലാം തന്നെ BPL വിഭാഗത്തിൽപ്പെട്ടവരായിരിക്കണം. തടവുകാർ BPL വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ കൊടുക്കും. ഇനി ഗുരുതരമായ കുറ്റകൃത്യത്താൽ വിക്ടിംസ് ആകുന്നവർക്ക്, അതായത് ഒന്നുകിൽ ആ വിക്ടിം മരിച്ചു പോവാം അവരുടെ ആശ്രിതർക്ക്, അല്ലെങ്കിൽ ഗുരുതരമായ പരിക്ക് പറ്റി കിടപ്പിലാവാം, അങ്ങനെയുള്ളവർക്കും നമ്മൾ ധനസഹായം നൽകുന്നുണ്ട്. ആ പദ്ധതി പുതുതായിട്ട് ആവിഷ്കരിച്ചതാണ്. അതിൻ്റെ പേരാണ് ജീവനം പദ്ധതി എന്നാണ് പറയുന്നത്. അവർക്ക് സ്വയം തൊഴിൽ ആരംഭിക്കുന്ന ഒറ്റത്തവണ ധനസഹായം എന്ന നിലയിൽ 20,000 രൂപ ധനസഹായം നൽകുന്നുണ്ട്. കൂടാതെ ഇവരുടെ മക്കൾക്കും മേൽ പറഞ്ഞതുപോലുള്ള വിദ്യാഭ്യാസ ധനസഹായവും നൽകുന്നുണ്ട്. 5ാം ക്ലാസ് വരെ 3,000 രൂപ, 10ാം ക്ലാസ് വരെ 5,000 രൂപ, +2 തലം 7,500 രൂപ, ഡിഗ്രി തലം 10,000 രൂപ വരെ ധനസഹായം നൽകുന്നുണ്ട്. ഇതുകൂടാതെ ആദ്യമായി കുറ്റകൃത്യം ചെയ്തവർക്ക് കോടതിയിൽ നിന്ന് പ്രൊബേഷനിൽ വിടുകയാണെങ്കിൽ അത്തരം പ്രൊബേഷനേഴ്സിന് 15,000 രൂപ സ്വയം തൊഴിൽ തുടങ്ങുന്നതിന് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ധനസഹായം നൽകാറുണ്ട്. പിന്നെ അതുകൂടാതെ തടവുകാരുടെ മക്കൾക്കുള്ള, പെൺകുട്ടികൾക്കുള്ള വിവാഹ ധനസഹായവും നൽകാറുണ്ട്. 30,000 രൂപയാണ് ധനസഹായം. അത് ജയിലിൽ കിടക്കുന്ന തടവുകാരുടെ മക്കൾക്കുള്ള പെൺകുട്ടികൾക്കുള്ള വിവാഹ ധനസഹായമാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതുകൂടാതെ തന്നെയാണ് പുതുതായിട്ട് രൂപീകരിച്ചൊരു പദ്ധതിയാണ് നേർവഴി പദ്ധതി. നേർവഴി പദ്ധതിയിൽപ്പെട്ടത് FIR-ൽ പെടുന്ന, നേരത്തെ പറഞ്ഞിട്ടുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരെ കണ്ടെത്തി പ്രൊബേഷൻ സംവിധാനത്തിൻ്റെ ഭാഗമാക്കി അവർക്ക് ആവശ്യമായ സൈക്കോ സോഷ്യൽ സപ്പോർട്ടും നിരന്തരമായ കൗൺസിലിങ്ങും നൽകി അവരെ സമൂഹത്തിൽ തന്നെ നല്ല പൗരന്മാരായി ജീവിക്കുന്നതോടൊപ്പം തന്നെ സ്വയം തൊഴിൽ പഠിക്കുന്നതിനാവശ്യമായ ധനസഹായം കൊടുക്കാറുണ്ട്. ആ സ്വയം തൊഴിൽ പഠിക്കുന്ന പദ്ധതിക്ക് പറയുന്ന പേരാണ് മിത്രം പദ്ധതി എന്നാണ്. അത് ഇന്ന കുറ്റകൃത്യങ്ങളെന്നില്ല, കേസിൽപ്പെടുന്ന ഏതൊരാൾക്കും പ്രൊബേഷൻ ഓഫീസുമായി സഹകരിക്കുകയും അവരെ അസാപ്പ്, സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്റർ, RCT തുടങ്ങിയ സംരംഭങ്ങൾ നടത്തുന്ന കോഴ്സുകളിലേക്ക്, ഹ്രസ്വകാല കോഴ്സുകളിലേക്ക്, അത് ടൈലറിംഗ് ആവാം, സ്കൂബ ഡൈവിംഗ് ആവാം, ഏത് കോഴ്സാണെങ്കിലും നമ്മുടെ സർക്കാരിൻ്റെ സാമ്പത്തിക സഹായത്തോടെ അത് പഠനം പൂർത്തിയാക്കി ജോലിയിൽ പ്രവേശിപ്പിക്കാവുന്നതാണ്. അങ്ങനെ നിരവധി പേർ അങ്ങനെ ജോലിയിൽ പ്രവേശിച്ചവരുണ്ട്, നല്ലവണ്ണം ജീവിക്കുന്നുണ്ട്. കേസിന്റെ നാൾ വഴികൾ ഇതിനൊരു പ്രശ്നമേ അല്ല. കേസ് തീരുമ്പോൾ ഒരു പക്ഷേ ഇയാൾക്ക് ശിക്ഷ ലഭിക്കാം, അതിന് പ്രശ്നമേ അല്ല. എങ്കിലും നമ്മൾ ആ കേസിന്റെ നാൾ വഴി തീരുന്നത് വരെ അയാൾ നമ്മുടെ നിയന്ത്രണത്തിൽ, നമ്മുടെ അധീനതയിൽ നല്ല രീതിയിൽ ജീവിക്കാനുള്ള എല്ലാ സഹായ സഹകരണങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കും. ഇത്രയും സംവിധാനങ്ങളാണ് പ്രൊബേഷൻ ഓഫീസ് വഴി ചെയ്തു കൊടുക്കുന്നത്. പ്രൊബേഷൻ ഒരർത്ഥത്തിൽ ഒരു കാലയളവാണല്ലേ, ഒരു തെറ്റ് ചെയ്യുന്ന ആള് ശരിയായ പാതയിലേക്ക് വരേണ്ട ഒരു കാലയളവ്. അതിന് പ്രൊബേഷൻ ഓഫീസർ അവരെ കാണുകയും അവരുമായിട്ട് ബന്ധം പുലർത്തുകയും ഉപദേശങ്ങളും ഇത്തരം കാര്യങ്ങളൊക്കെ സ്വീകരിച്ചു വരികയും ചെയ്യുന്നു. ഏത് രീതിയിലാണ് അവർ മുന്നോട്ട് നല്ല രീതിയിൽ വന്നിട്ടുള്ളത്?
നിരന്തരമായ സമ്പർക്കത്തിലൂടെയാണ് ഇവരെല്ലാവരും തന്നെ നിത്യജീവിതത്തിലേക്ക് കടന്നു വരികയും കുറ്റകൃത്യത്തിൽ ഏർപ്പെടാതെ നല്ല ജീവിതം നയിക്കുകയും ചെയ്തിട്ടുള്ളത്. നിരന്തരമായിട്ട് ഒന്നുകിൽ ഫോൺ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ നേരിട്ട്. അപ്പം നിരന്തരമായിട്ട് നമ്മൾ അവരുടെ വീടുകൾ സന്ദർശിക്കുമ്പോൾ വീടുകളിൽ എത്തുന്നതിന് തൊട്ട് മുമ്പ് 1 കിലോമീറ്റർ മുമ്പെയായിട്ട് വാഹനങ്ങൾ ഇട്ടിട്ട് കാൽനടയായിട്ട് ID കാർഡ് പോലും ധരിക്കാതെയാണ് ഇവരുടെ വീടുകളിൽ പോകുന്നത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഞാനൊരു സാമൂഹ്യനീതി വകുപ്പിൽ ഉദ്യോഗസ്ഥൻ എന്ന നിലയിലല്ല, ഒരു ഫ്രണ്ട് എന്ന നിലയിലാണ് അയാളോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അയാൾക്ക് അത് വളരെയേറെ സന്തോഷം ഉണ്ടായിരിക്കും. അയാൾ ജോലിക്ക് പോവുകയാണെങ്കിൽ അയാളെ ജോലി നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാറില്ല, അയാളെ കാണാൻ ചെയ്യാറില്ല. ഒരു പക്ഷേ അയാൾ 5 മണിക്ക് ശേഷമാണ് കാണാൻ പറ്റുന്നതെങ്കിൽ 5:30 മണിക്കായിരിക്കും ഞങ്ങൾ അവിടെ ചെല്ലുന്നത്. അപ്പം നമുക്ക് സമയപരിധി ഒരു നിർബന്ധമല്ല. അയാളാണ് നമ്മുടെ ഉപഭോക്താവ്, അയാൾക്കാണ് നമ്മൾ പ്രാധാന്യം നൽകുന്നത്. അയാൾ പറയുന്ന സമയങ്ങളിലായിരിക്കും നമ്മൾ അയാളെ വിസിറ്റ് ചെയ്യാൻ പോകുന്നത്. മിക്കവാറും വിസിറ്റ് ചെയ്യുന്ന സമയങ്ങളിൽ മിക്കവാറും വീടുകളിൽ ചെല്ലാറുണ്ട്. അയാൾ എല്ലാ സമയങ്ങളിൽ വീടുകളിൽ ചെന്ന് വീട്ടുകാർക്ക് ആവശ്യമായ എല്ലാ സപ്പോർട്ടും കൊടുക്കും. ആ വീട്ടുകാരിലൂടെ അയാളിലേക്കും സപ്പോർട്ട് കൊടുക്കും. അയാൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നു എന്നെന്ന് വീട്ടുകാർക്ക് ബോധ്യം വന്നാൽ വീട്ടുകാർ ഞങ്ങളെ വിളിച്ചറിയിപ്പിക്കുകയും ഞങ്ങൾ അയാളിലേക്ക് എത്തുകയും അയാളെ വീണ്ടും ഉപദേശിക്കുകയും ചെയ്യും. മിക്കവാറും പ്രൊബേഷനിൽ വിട്ടവരാരും തന്നെ വീണ്ടും കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിട്ടില്ല. അവർ നല്ല ജീവിതം നയിക്കുന്നു. പിന്നെ ഒരു കുറ്റകൃത്യത്തിൽ അവർ പോയിട്ടില്ല എന്നുള്ളതാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇതിനകത്തൊരു വ്യത്യസ്തമായ സംഗതി കൂടി ഉണ്ട്. അതായത് ഒരാളുടെ മാനസാന്തരം സ്വമേധയുണ്ടാകണമെങ്കിൽ അയാളുടെ കുറ്റസമ്മതം അനിവാര്യമാണ്. പക്ഷെ നമ്മുടെ നിയമവ്യവസ്ഥയിൽ വക്കീൽമാർ ധാരാളം പേരുണ്ട്. പക്ഷെ അവർ പലപ്പോഴും ഒരു പ്രതിയെ രക്ഷിച്ചെടുക്കാനാണ് ഏതറ്റം വരെ പോകാറുള്ളത്. അദ്ദേഹത്തിന് വ്യക്തിപരമായി എനിക്ക് മാനസാന്തരപ്പെടാൻ ആഗ്രഹമുണ്ടെന്നൊരു പ്രതിയുടെ ഉള്ളിൽ തോന്നിയാൽ പോലും പ്രതിയുടെ വീട്ടുകാർ അവരെ രക്ഷപ്പെടുത്തിയെടുക്കാൻ ഒരുപക്ഷെ തെറ്റ് ചെയ്തില്ല എന്ന് പറയുകയും മാനസാന്തരം അവിടെ നിഷേധിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷനിൽ എങ്ങനെ ഒരു പ്രൊബേഷൻ ഓഫീസർ മറികടക്കും? ഇത് കേസ് ട്രയലിൽ നടക്കുന്ന സമയത്ത് വക്കീലും ക്ലയൻറ്റും തമ്മിലൊരു റിലേഷൻ ഉണ്ടായിരിക്കും. പക്ഷെ അത് കോടതിക്ക് ക്ലയൻറ്റിനെ കാണുമ്പോൾ അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നോ ബഹുമാനപ്പെട്ട ജഡ്ജിക്ക് അത് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ മനസ്സിലാക്കുന്ന ഘട്ടങ്ങളിൽ ഇയാൾ അവിചാരിതമായിട്ടോ അറിയാതെയോ ചെയ്തതാണെന്നൊരു ചിന്ത ബഹുമാനപ്പെട്ട ജഡ്ജിക്ക് തോന്നിയാൽ അന്നേരം തന്നെ ജഡ്ജി പ്രൊബേഷൻ റിപ്പോർട്ടിന് പ്രൊബേഷൻ ഓഫീസർക്ക് കത്തയക്കും. അങ്ങനെ കത്തയച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ നേരിട്ട് ഈ ക്ലയൻറ്റിനെ പോയി കാണുകയും അയാളോട് നിരന്തരം സംസാരിക്കും. ആദ്യം സംസാരിക്കുമ്പോൾ ഇയാളൊന്നും തന്നെ തുറന്നു പറയാറില്ല. നിരന്തരമായിട്ട് ചുറ്റുപാടുകളും എല്ലാവരും വട്ടം സൊസൈറ്റി മുഴുക്കെ അന്വേഷിച്ചിട്ടാണ് ഇയാളിലേക്ക് എത്തുമ്പോൾ അറിയാതെയാണെങ്കിൽ പോലും ഇയാൾ ചെയ്ത കുറ്റം തുറന്ന് ഞങ്ങളോട് സമ്മതിക്കും. ആ സമ്മതമാണ് നമ്മൾക്ക് ആവശ്യം. അങ്ങനെ സമ്മതിക്കുന്നതോടുകൂടി തന്നെ അയാൾ ഞങ്ങളെ പാതയിലേക്ക് എത്തിക്കഴിഞ്ഞു. അങ്ങനെ സമ്മതിച്ചില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അയാൾ സമ്മതം പറയും നിരന്തരമായിട്ട്. കാരണം ഒരു റിപ്പോർട്ട് തയ്യാറാക്കാനായിട്ട് ദിവസങ്ങൾ വേണം. ഇയാളിലേക്ക് എത്തി ഇയാളിൽ നിന്ന് സംസാരിച്ച് ഇയാളിൽ നിന്ന് മനസ്സിലാക്കിയെടുത്തെങ്കിൽ മാത്രമേ ഇയാളെ നമ്മളിലേക്ക് എത്താൻ പറ്റൂ, അല്ലെങ്കിൽ നമുക്ക് നന്നാക്കാൻ കഴിയൂ എന്നൊരു ബോധം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ആ ഒരു ഘട്ടം വരണമെങ്കിൽ ചിലപ്പം 2, 3, 4 ദിവസങ്ങളിലെത്താവും. അപ്പോൾ ആ ഒരു ആദ്യം ചെല്ലുമ്പോൾ ചിലപ്പോൾ സമ്മതിക്കത്തില്ല. 2-ാം ദിവസമായിരിക്കും, ചിലപ്പോൾ ഫോണിലൂടെ ആയിരിക്കും. എപ്പോഴെങ്കിലും മാനസാന്തരം ഇയാളിൽ ഉണ്ടാവും. അതുണ്ടായതിന് ശേഷം മാത്രമേ നമ്മൾ റിപ്പോർട്ട് സമർപ്പിക്കാറുള്ളൂ. അതിന് നമുക്ക് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മിനിമം ഒരു 10 ദിവസത്തെ അവധി നമ്മൾ കോടതി തരാറുണ്ട്. അങ്ങനെ അയാളെ ആ ചെയ്ത കുറ്റം യഥാർത്ഥമായിട്ട് നമ്മളിലേക്ക് തുറന്നു പറയുകയും ആ വിവരം കോടതിയെ ധരിപ്പിക്കുകയും ചെയ്യും. അതിലൂടെയാണ് നമ്മൾ ഇയാളെ പ്രൊബേഷനിലേക്ക് ഏറ്റെടുക്കുന്നത് കോടതി മുഖേന. തീർച്ചയായും നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ നമുക്ക് ഇതിൽ ഏറ്റെടുക്കാൻ പറ്റും? ഏതൊക്കെ തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ? ഒന്ന്, ജീവപര്യന്തം തടവ് ഏൽപ്പിക്കുന്ന കുറ്റങ്ങളൊന്നും നമുക്ക് ഏറ്റെടുക്കാൻ കഴിയില്ല. സമൂഹത്തിന് തെറ്റായ രീതിയിലുള്ള ആന്റി സോഷ്യൽ ആയിട്ടുള്ള ഒരു കുറ്റകൃത്യങ്ങളും പ്രൊബേഷന് പരിഗണിക്കും. വ്യക്തിപരമായ കുറ്റകൃത്യങ്ങൾ, ഉദാഹരണം മോഷണം, അടി, അങ്ങനെയുള്ള കുറ്റങ്ങളാണ് നമ്മൾ എടുക്കുന്നത്. NDPS കേസുകൾ പ്രൊബേഷനിൽ എടുക്കാൻ പറ്റില്ല. പോക്സോ ആക്ടുകളൊന്നും തന്നെ പ്രൊബേഷനിൽ എടുക്കാൻ കഴിയുകയില്ല. 376 എന്ന് വെച്ചാൽ സ്ത്രീകളെ പീഡിപ്പിക്കുന്ന കേസുകളൊന്നും തന്നെ എടുക്കാൻ കഴിയില്ല. പബ്ലിക് ന്യൂസൻസ് ആയിട്ടുള്ള കേസുകളൊന്നും പ്രൊബേഷന് പരിഗണിക്കുകയില്ല. തുടങ്ങിയവയൊന്നും പരിഗണിക്കുകയില്ല. പിന്നീടുള്ളത് ഫുഡ് അഡൾട്ടറിങ്, അങ്ങനെയുള്ള കേസുകളൊന്നും തന്നെ ഇല്ല. കാരണം സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുന്ന ഒരു കേസുകളും പ്രൊബേഷന് പരിഗണിക്കുകയില്ല. വ്യക്തിപരമായ കേസുകൾ, 2 വ്യക്തികൾ തമ്മിൽ അടി കൂടുന്നു, അത് അവർ തമ്മിലുള്ള പ്രശ്നമാണ്, അത് പ്രൊബേഷന് പരിഗണിക്കാവുന്നതാണ്. മാക്സിമം 5 വർഷം വരെ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണെങ്കിൽ പ്രൊബേഷന് പരിഗണിക്കാം. അതും കോടതിയാണ് തീരുമാനിക്കേണ്ടത് പ്രൊബേഷൻ കൊടുക്കണമോ വേണ്ടയോ എന്ന്. പ്രൊബേഷൻ ഓഫീസർ അല്ല എന്ന് വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം. ഒരു ഘട്ടത്തിലും കേസിൽ ഏർപ്പെടാൻ അല്ലെങ്കിൽ ഇടപെടാൻ ഒരു പ്രൊബേഷൻ ഓഫീസർക്ക് അധികാരമില്ല. കോടതിയാണ് ഇത് തീരുമാനിക്കുന്നത്. കോടതിയും വക്കീലും ക്ലയൻറ്റും മാത്രമാണ്. എനിക്ക് ആ റിപ്പോർട്ട് കൊടുക്കാൻ മാത്രമുള്ള അവകാശമേ ഉള്ളൂ. അത് ഞാൻ നൽകി കഴിഞ്ഞാൽ കോടതി തീരുമാനിക്കും ഇയാളെ പ്രൊബേഷന് വിടണോ വേണ്ടയോ എന്ന്. പ്രൊബേഷന് വിട്ടതിന് ശേഷം മാത്രമേ ഇയാളിലേക്ക് എനിക്ക് ഏർപ്പെടാൻ കഴിയും. പക്ഷേ ഈ സമയത്ത് റിപ്പോർട്ട് കൊടുക്കുന്ന സമയത്തും ഇയാൾക്ക് ആവശ്യമായ സൈക്കോ സോഷ്യൽ സപ്പോർട്ട് കൊടുക്കാൻ എനിക്ക് കഴിയും, പ്രൊബേഷൻ ഓഫീസർക്ക് കഴിയും.
സാറിന്റെ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് പ്രൊബേഷന് ജഡ്ജി വിടുന്നത്. ഞാൻ കൊടുക്കുന്ന റിപ്പോർട്ട് വായിച്ച് നോക്കിയിട്ട് കോടതിക്ക് ഉത്തമ ബോധ്യമെന്ന് കണ്ട് ബോധ്യപ്പെട്ടാൽ അവരെ വേണമെങ്കിൽ കോടതിയുടെ ഉത്തരവോടുകൂടി പ്രൊബേഷനിലേക്ക് വിടാം. മിനിമം 1 വർഷം തൊട്ട് മാക്സിമം 3 വർഷം വരെ. ഇനിയൊരു നിർണായകമായിട്ടുള്ള കാര്യമുള്ളത്, സാറിന്റെ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് കോടതി തീരുമാനങ്ങൾ എടുക്കുന്നതെന്ന് സൂചിപ്പിച്ചു. അത്തരത്തിൽ സാറിന് റിപ്പോർട്ട് എഴുതുമ്പോൾ ഒരു വെല്ലുവിളി എന്താണ്? കാരണം പല ആളുകളാണ്, പല സ്വഭാവ വൈകല്യങ്ങളുള്ള ആളുകളുണ്ട്, മാനസിക പ്രശ്നങ്ങളുള്ള ആളുകളുണ്ടാകാം, പെട്ടെന്ന് ചെയ്തു പോയൊരു തെറ്റായിരിക്കാം, പൊട്ടിക്കരഞ്ഞൊരു പക്ഷേ മാനസാന്തരത്തിന് തയ്യാറായിട്ടുള്ള ആളുകളുണ്ടാകാം, തെറ്റുകൾ മറച്ചു വയ്ക്കുന്ന ഹൃദയകാഠിന്യമുള്ള ആളുകളുണ്ടാകാം. ഇതെങ്ങനെ സാറ് തിരിച്ചറിയുന്നു എന്നുള്ളത്? അത് ക്ലയൻറ്റുമായിട്ട് നമ്മൾ നിരന്തരം സമ്പർക്കപ്പെടും. ആദ്യമേ ഒരു പ്രൊബേഷൻ റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള ഒരു കത്ത് ലഭിച്ചു കഴിഞ്ഞാൽ ഇയാളെ ട്രേസ് ഔട്ട് ചെയ്യുക. കാരണം യാതൊരു വിവരങ്ങളും അതിൽ കാണില്ല. ഇയാൾ ട്രേസ് ഔട്ട് ചെയ്യും. ട്രേസ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യമേ ഇയാൾ നമ്മളോട് സഹകരിക്കത്തില്ല. ചിലവർ സഹകരിക്കും, എങ്ങനെയെങ്കിലും കേസ് തീർന്നാൽ മതി എന്ന് പറഞ്ഞ്. ചിലവർ സഹകരിക്കത്തില്ല. അങ്ങനെ പറയുമ്പോൾ ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് മാറി മാറി നടക്കുന്നവരെ നിരന്തരമായിട്ട് ഫോണിലൂടെ ബന്ധപ്പെട്ട് അവരെ നമ്മളെ ട്രാക്കിലേക്ക് കൊണ്ടുവരും. നിരന്തരമായി ബന്ധപ്പെട്ട്. ദാറ്റ് മീൻസ് അവർക്ക് നമ്മളൊരു സഹകാരിയാണ് അല്ലെങ്കിൽ പോസിറ്റീവ് വൈബാണെന്ന് അവരെ ബോധ്യപ്പെടുത്തിയെങ്കിൽ മാത്രമേ അവർ മനസ്സ് തുറന്നു നമ്മളോട് സംസാരിക്കുകയുള്ളൂ. അങ്ങനെ സംസാരിച്ചെങ്കിൽ മാത്രമേ നമ്മൾക്ക് അവർക്ക് ആവശ്യമായ സപ്പോർട്ട് കൊടുക്കാൻ കഴിയുള്ളൂ. 2, ഫാമിലി സപ്പോർട്ടാണ് അവർക്ക് വേണ്ടുന്നത്. എത്ര കഠിന ഹൃദയനാണെങ്കിലും ഫാമിലി സപ്പോർട്ട് ഉണ്ടെങ്കിൽ അവരുടെ സപ്പോർട്ടും ഞങ്ങളുടെ സപ്പോർട്ടും ആകുമ്പോൾ ആ കഠിന ഹൃദയത്തെ നമുക്ക് ശുദ്ധഹൃദയനാക്കി മാറ്റാൻ കഴിയുമെന്നാണ് നമ്മളുടെ വിശ്വാസം. ഇതുവരെ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. കൊടുത്ത റിപ്പോർട്ടുകൾ കോടതി പരിഗണിക്കുകയും പ്രൊബേഷനെ വിടുകയും ഒരാൾ പോലും പിന്നീട് കുറ്റം ചെയ്തായിട്ട് അറിവില്ല. തീർച്ചയായും ഒരു പ്രൊബേഷണൽ ഓഫീസറുടെ ഉത്തരവാദിത്തം വെല്ലുവിളി നിറഞ്ഞതാണ്. അത് വളരെ വലിയൊരു ഉത്തരവാദിത്തം തന്നെയാണ്. തീർച്ചയായും എന്തൊക്കെ സേവനങ്ങളാണ് നമ്മുടെ ഓഫീസിൽ നിന്ന് ലഭിക്കുന്നത്? ഇതുകൂടാതെ തന്നെ നമുക്ക് സാമൂഹ്യനീതി വകുപ്പ് അടങ്ങുന്ന എല്ലാ സേവനങ്ങളിലും പ്രൊബേഷൻ ഓഫീസർ സഹായിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് പറഞ്ഞാൽ മഹിളാ മന്ദിരത്തിൽ താമസിക്കുന്ന താമസക്കാരുടെ കല്യാണ സമയങ്ങളിൽ വരൻ്റെ പ്രൊബേഷൻ റിപ്പോർട്ട് നൽകുന്നത് പ്രൊബേഷൻ ഓഫീസറാണ്. ഇപ്പോഴും അത് നൽകി വരുന്നുണ്ട്. വനിതാ ശിശുവികസന വകുപ്പാണെങ്കിലും അത് നമ്മൾ നൽകി വരുന്നുണ്ട്. ഇതുവരെ നമ്മൾ ഇന്നെടുത്ത് മാറ്റിയിട്ടില്ല. പിന്നീട് ഭിന്നശേഷിക്കാരുടെ സ്വാശ്രയ പദ്ധതി എന്ന് പറഞ്ഞൊരു പദ്ധതിയുണ്ട്. അവർക്ക് സ്വയം തൊഴിൽ തുടങ്ങുന്നതിന് 35,000 രൂപ ധനസഹായം ജില്ലാ സാമൂഹ്യനീതി ഓഫീസ് മുഖേന നൽകുന്നുണ്ട്. അതിൻ്റെയും അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുന്നത് പ്രൊബേഷൻ ഓഫീസറാണ്. അതുകൂടാതെ പരിരക്ഷാ പദ്ധതി, അത്യാവശ്യ ഘട്ടങ്ങളിൽ അവർക്ക് ആവശ്യമായ ചികിത്സാ സഹായങ്ങൾ എത്തി കൊടുക്കുന്ന ഘട്ടങ്ങൾ കൊടുക്കുന്ന റിപ്പോർട്ട് നൽകുന്നതും പ്രൊബേഷൻ ഓഫീസറാണ്. പിന്നെ സാമൂഹ്യനീതി ഓഫീസർ പോകുന്ന ഒട്ടുമിക്കാറും എൻക്വയറീസ്, കോടതി മുഖേനയുള്ള എൻക്വയറീസ് എല്ലാം തന്നെ നടത്തുന്നത് പ്രൊബേഷൻ ഓഫീസറാണ്. എല്ലാ ജില്ലകളിലും പ്രൊബേഷൻ ഓഫീസർമാരുണ്ട്, പ്രൊബേഷൻ അസിസ്റ്റൻറ്റും ഉണ്ട്. നമ്മുടെ നാട്ടിൽ ധാരാളം കുറ്റവാളികളുണ്ട്. പലരും നേരത്തെ സൂചിപ്പിച്ചതുപോലെ പെട്ടെന്ന് കുറ്റവാളികളായി തീരുന്നവരുണ്ട്, കരുതിക്കുട്ടി കുറ്റം ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷേ ഇത്തരം ധാരാളം ഓഫീസുകളും ധാരാളം ഡിപ്പാർട്ട്മെൻറ്റും ഒരു മനുഷ്യനെ നന്നാക്കാനും മാനസാന്തരത്തിന് യോജിച്ച രീതിയിൽ പ്രവർത്തിക്കാനൊക്കെ ഒരുക്കുന്നുണ്ട്. ധാരാളം പൈസയും സർക്കാർ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഏതെങ്കിലും ഒരു ഉപദേശം കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തോന്നലുകൾ കൊണ്ടോ പെട്ടെന്നൊരു മനുഷ്യനെ നന്നാകാൻ സാധ്യതയുമുണ്ട്, ഇത്തരം ഘട്ടങ്ങളിലൂടെയൊന്നും കടന്നു പോകാതെ. അപ്പോൾ ഇത് കേൾക്കുന്ന ശ്രോതാക്കളോട് ഇത്തരം കാര്യങ്ങളിൽ എന്താണ് സാറിന് ഈ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലും ഇത്തരം ധാരാളം റിപ്പോർട്ട് കൊടുത്ത് ഒത്തിരി ആളുകളെ മാനസാന്തരത്തിലേക്ക് എത്തിച്ച ഒരു അറിവിൻ്റെ അടിസ്ഥാനത്തിൽ പറയാനുള്ളത്? യഥാർത്ഥത്തിൽ പറഞ്ഞാൽ കുറ്റവാളി എന്നൊരു പദമില്ല. കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അത് കുറ്റാരോപിതൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കുറ്റവാളി ആകുന്നത് കോടതി ശിക്ഷിച്ചാൽ മാത്രമേ അയാൾ കുറ്റവാളി ആകുന്നുള്ളൂ. ആ ശിക്ഷ ലഭിക്കുന്നത് വരെ അയാൾ കുറ്റാരോപിതനാണ്. അപ്പം ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം, നിങ്ങൾ ഇത്തരം ക്രൈസിസിൽ പെടുന്ന ആ നിമിഷം തന്നെ എല്ലാ ജില്ലകളിലും പ്രൊബേഷൻ ഓഫീസർമാരുണ്ടായിരിക്കും. ആ ഓഫീസുമായിട്ട് എങ്ങനെയെങ്കിലും നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും നമ്പർ. ഏതെങ്കിലും ഒരു പ്രൊബേഷൻ ഓഫീസറുടെയോ ഒരു പ്രൊബേഷൻ ഓഫീസറുടെയോ അല്ലെങ്കിൽ അവിടുത്തെ ഓഫീസിൻ്റെ നമ്പർ കിട്ടും. അത് മുഖേന നിങ്ങൾ ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മതി. നിങ്ങളുടെ വിരൽ തുമ്പിൽ തന്നെ ഞങ്ങളെല്ലായ്പ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇനി അഥവാ നിങ്ങൾ പരിചയപ്പെടുന്ന ഏതെങ്കിലും ഒരു കുറ്റം ചെയ്ത ആളുണ്ടെങ്കിൽ അയാളെ ഒന്ന് സഹായിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ അത് ഇന്നടത്ത് ഒരാളുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവരിലേക്ക് എത്തും. അവർ ഞങ്ങളിലേക്ക് വരണമെന്നില്ല. നിങ്ങളന്ന് ഇൻറ്റിമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും ചെറുപ്പക്കാരാണെങ്കിൽ 21 വയസ്സിന് ഉൾപ്പെടെയുള്ള ചെറുപ്പക്കാരാണെങ്കിൽ അങ്ങനെയുള്ളവരെ നമ്മളൊന്ന് ഇൻറ്റിമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ തന്നെ അവരിലേക്ക് എത്തപ്പെടുകയും അയാൾക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നതുമായിരിക്കും. ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ പ്രൊബേഷൻ ഓഫീസ് ഗൂഗിൾ സെർച്ച് ചെയ്താൽ ഏതെങ്കിലും പ്രൊബേഷൻ ഓഫീസിൻ്റെ നമ്പർ കിട്ടും. നിങ്ങൾ ഏത് ജില്ലക്കാരനാണെങ്കിൽ ആ ജില്ലയിൽ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ജില്ലയുടെ ഫോൺ നമ്പറുകൾ ലഭിക്കും. അവിടെ കോൺടാക്ട് ചെയ്താൽ മതി. ഏത് സമയത്തും 24 hours നിങ്ങൾക്ക്
ഞങ്ങളുടെ എല്ലാ സഹായങ്ങളും നിങ്ങൾ ഞങ്ങളിലേക്ക് എത്താതെ ഒരു ഫോൺ വിളി മാത്രം മതി. നിരന്തരം നിങ്ങൾ ഞങ്ങളുടെ സർവൈലൻസിലായിരിക്കും. അതിന് നിങ്ങൾ ഏവരും സഹകരിക്കുമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അവസാനമായി നമ്മുടെ ഓഫീസിലേക്ക് എങ്ങനെ ഒരാൾക്ക് എത്തിപ്പെടാം, എങ്ങനെ ഓഫീസിനെ കോൺടാക്ട് ചെയ്യാം? വയനാട് ജില്ലാ പ്രൊബേഷൻ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് കൽപ്പറ്റയിലെ സിവിൽ സ്റ്റേഷനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ ലാൻഡ് ഫോൺ നമ്പർ 049762071557 ആണ്. 10 മണി മുതൽ 5 മണി വരെ ഓഫീസ് ഫോൺ വർക്കിംഗ് ആണ്. ഏത് സമയത്തും നിങ്ങൾക്ക് ഇവിടെ ബന്ധപ്പെടാവുന്നതാണ്. അതുകൂടാതെ മൊബൈൽ നമ്പറായ 94 97 75 76 11 എന്ന ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇത് എൻ്റെ പേഴ്സണൽ മൊബൈൽ നമ്പർ. എന്നാലും കുഴപ്പമില്ല, ഞാൻ ഈ സംസ്ഥാനത്തെ ഒരു പ്രൊബേഷൻ ഓഫീസർ എന്ന നിലയ്ക്ക് ഏത് ജില്ലകളിലെ സേവനങ്ങളും നിങ്ങളിലേക്ക് എത്തിപ്പെടാൻ ഞാൻ ബാധ്യസ്ഥനാണ്. നമ്മുടെ സമൂഹത്തിൽ 2 തരത്തിലുള്ള ആളുകളുണ്ട്. ഇപ്പം എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് ചെയ്യുമ്പം അവനെ നല്ല ശിക്ഷ കൊടുക്കണം എന്ന് പറയുന്ന ആളുകളുണ്ട്. അതല്ല, അവനെ ശിക്ഷിക്കരുതെന്ന് പറയുന്ന ആളുകളുണ്ട്. സമൂഹ മാധ്യമങ്ങളിലൊക്കെ ധാരാളം ഇത്തരം ഏതെങ്കിലും ഒരു കുറ്റകൃത്യത്തെക്കുറിച്ചുള്ള വാർത്തകളുടെ അടിയിൽ ഗൾഫിലെ ശിക്ഷാരീതി വരണമെന്നോ അല്ലെങ്കിൽ അവനെ ശരിയായി കളയണം എന്നൊക്കെ പറയുന്ന ആളുകൾ ധാരാളമുള്ള സമൂഹത്തിൽ ഇവിടെയാണെങ്കിൽ നമ്മുടെ സർക്കാരിന്, നമ്മുടെ നിയമവ്യവസ്ഥ ഒരുപാട് ഉദാരമാണെന്ന് തോന്നുന്നു. കാരണം ഒരു മനുഷ്യനെ തേടിപ്പിടിച്ച് അവനെ നല്ലവനാക്കി തീർക്കാൻ ആഗ്രഹിക്കുന്നൊരു നിയമവ്യവസ്ഥ നമുക്കുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് 2 തരത്തിൽ ചിന്തിക്കുന്നവർക്കിടയിൽ നമ്മുടെ രാജ്യത്ത് ഇത്തരം ഉദാര വ്യവസ്ഥിതി വെച്ചിരിക്കുന്നതെന്ന് പറയാമോ? ഇത് ആദ്യമേ ഇത്തരം ചിന്താഗതി വരുന്നത് ആ ക്രൈം നടക്കുമ്പോഴുണ്ടാകുന്ന ഒരു ചിന്തയാണ്, ഒരു മാനസിക സ്ഥിതിയാണ് ഇവരെ ഇങ്ങനെ പറയാൻ പ്രേരിപ്പിക്കുന്നത്. ആ ക്രൈം നടക്കുന്ന സമയത്താണ്, ആ സിറ്റുവേഷനിലാണ് ഈ ക്രൈമിനെ കുറിച്ച് ഒരു അനാലിസിസ് നടത്തുന്നത്. അത് ഏകദേശം ഒരാഴ്ചയോളം ഉണ്ടായിരിക്കും. ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് ആ ക്രൈം ചെയ്തവരും അതിൻ്റെ അനുഭവിക്കുന്ന ആളുകളും തമ്മിലുള്ള ജീവിത വ്യവസ്ഥകൾ അല്ലെങ്കിൽ ജീവിതത്തിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുമ്പോൾ ഞാൻ പറഞ്ഞത് തെറ്റാണ് എന്ന് അവർക്ക് തന്നെ ബോധ്യപ്പെടും. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. കാരണം ക്രൈം ചെയ്തിട്ട് തെറ്റാണെന്ന് മനസ്സിലാക്കി അവൻ പശ്ചാത്തപിച്ചുകൊണ്ട് ജീവിതത്തിലേക്ക് തിരിഞ്ഞു വരാൻ ശ്രമിക്കും. സമൂഹം ഒരിക്കലും അവനെ അക്സെപ്റ്റ് ചെയ്യാറില്ല. പക്ഷെ അവൻ തിരിച്ചു വരാൻ വീണ്ടും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. എന്നാലും സമൂഹം അവനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. പക്ഷെ വർഷങ്ങൾ കഴിയും തോറും ഇപ്പോൾ അവൻ തെറ്റ് ചെയ്യുന്നില്ല, അവൻ നല്ലവനാണ്, അപ്പോൾ അവനെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാന്നുള്ള ചിന്ത സമൂഹത്തിന് ഉണ്ടാകുന്നത് കൊണ്ടാണ് ഇത്തരം സ്ഥിതികൾ നമ്മുടെ ഇന്ത്യയിൽ നിലനിന്ന് പോകും. പക്ഷേ അതിൽ നമ്മൾ അഭിമാനിക്കുന്നു. കാരണം നമ്മുടെ രാജ്യത്ത് ഓരോ വ്യക്തിക്ക് അത്രയേറെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. എന്തായാലും പ്രൊബേഷൻ ഓഫീസറുടെ കാര്യങ്ങൾ വെല്ലുവിളി നിറഞ്ഞതാണ്. നേരത്തെ പറഞ്ഞാൽ ഉത്തരവാദിത്തം കൂടുതലാണ്. ഇത്രയും നേരം ശ്രോതാക്കളോട് ഇത്രയും മനോഹരമായി സംസാരിച്ച സാറിന് എല്ലാവിധ ആശംസകളും. നന്ദി. ഈ പരിപാടിയിൽ ഇതുവരെ സംസാരിച്ചത് ജില്ലാ പ്രൊബേഷൻ ഓഫീസർ സന്തോഷ് ജി. ഈ പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ജനങ്ങൾക്കൊപ്പം വിവിധ സർക്കാർ വകുപ്പുകളെയും പദ്ധതികളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി. നിർവഹണം ജോബിഷ് ജോസ്.